ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ചാപ്റ്റർ പറയുകയാണ്. 11th ചാപ്റ്റർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമ്മൾ നെറ്റ്വർക്ക്സ് എന്താണ്, നെറ്റ്വർക്കിംഗ് മീഡിയം എന്താണ്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഇൻ്റർനെറ്റ് വഴി ഇപ്പോൾ നമുക്ക് ദൂരെ ഇരുന്നിട്ട് അല്ലേ, അത്രയും ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് നമുക്ക് 2 ഡിവൈസുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. എന്താണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? അതായത് രണ്ടിലധികമോ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ ഡിവൈസസോ ഒരു മീഡിയം വഴി കണക്റ്റഡ് ആയിരിക്കും അല്ലേ. നമുക്ക് കാണാനൊന്നും പറ്റില്ല, ആ ഒരു മീഡിയം വഴി കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ വയേർഡ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ വയർലെസ് ആയിട്ടായിരിക്കാം. അതുവഴി എന്ത് ചെയ്യുന്നു, ആ കമ്പ്യൂട്ടേഴ്സ് എല്ലാതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലേ. കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ആ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സുകളും അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസുകളും കണക്റ്റഡ് ആയിരിക്കും പരസ്പരം അല്ലേ. എങ്ങനെ? ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആയിരിക്കും. ഏതുവഴി? ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി ഇവയെല്ലാതും കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, എക്സ്ചേഞ്ച് കമാൻഡ്സ്, ഷെയർ ഡാറ്റ, ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ്. അങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും? അവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കമാൻഡുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും, ഡാറ്റാസ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ ഹാർഡ്വെയർസ് അതുപോലെ തന്നെ പല റിസോഴ്സുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും? പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടേഴ്സ്, കുറച്ചധികം കമ്പ്യൂട്ടേഴ്സും അതിൻ്റേതായിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസുകളൊക്കെ ഒരു മീഡിയം വഴി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് നീഡ് ഫോർ നെറ്റ്വർക്ക്. എന്തിനാണ് ഈ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ആവശ്യകത എന്തിനാണ്? ഇപ്പം ഇവിടെ അതിൻ്റെ എന്തൊക്കെയാണ് നീഡ്സ് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ റിസോഴ്സ് ഷെയറിങ്, 2 പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, 3 കമ്മ്യൂണിക്കേഷൻ, 4 റിലയബിലിറ്റി, 5 സ്കെയിലബിലിറ്റി. ഇത്രയും നീഡ്സാണ് ഉള്ളത് ഒരു നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റിസോഴ്സ് ഷെയറിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റിസോഴ്സ് ഷെയറിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല റിസോഴ്സ് ഡിവൈസുകൾ ഉണ്ടായിരിക്കാം. ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ DVD അല്ലേ. DVDയിലുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ ഹാർഡ്വെയർ ആയിക്കോട്ടെ, അതിനെ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് റിസോഴ്സ് ഷെയറിങ്. ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ടാവുന്ന ഹാർഡ്വെയർ റിസോഴ്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിസോഴ്സോ ആയിക്കോട്ടെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കമ്പ്യൂട്ടേഴ്സിലേക്ക്, ആ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള പല കമ്പ്യൂട്ടേഴ്സിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെയാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടേഴ്സ് എല്ലാതും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർ റിസോഴ്സ് ആയിക്കോട്ടെ ഹാർഡ്വെയർ റിസോഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരു ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്, പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആ ഒരു സോഫ്റ്റ്വെയർ മേടിക്കണോ? വേണ്ട അല്ലേ. അത് എന്ത് ചെയ്താൽ മതി? ഏത് കമ്പ്യൂട്ടറിലാണോ അത് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആ ഒരു സോഫ്റ്റ്വെയറിനെ മേടിക്കണം എന്നില്ല. അപ്പോൾ അതുവഴി എന്താണ്? നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാണല്ലേ. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എല്ലാവരും മേടിക്കേണ്ട, അത്രയും കോസ്റ്റ് നമുക്ക് വേണ്ടി വരുന്നില്ല. അതാണ് ഈ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. ഒന്നിൽ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് എല്ലാത്തിലേക്കും അത് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റ് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇമെയിൽ വഴിയോ ചാറ്റിങ് വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൽ
എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസോ കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ ഡിലീറ്റ് ആയിപ്പോയി, നമ്മളറിയാതെ എന്തെങ്കിലും ഇതുവഴി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നശിച്ചുപോയി. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഡാറ്റാസൊക്കെ പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എല്ലാ ഫയൽസിൻ്റെയും ഡാറ്റാസിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കപ്പ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫയൽസ് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കപ്പ് സോഫ്റ്റ്വെയർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫയൽസിനെയോ അല്ലെങ്കിൽ ഡാറ്റേനെയോ ഒക്കെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് റിലയബിലിറ്റി. ഇനി സ്കെയിലബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഒരു കുറച്ച് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡാണ്. ആ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു നെറ്റ്വർക്കിലേക്ക് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അഡീഷണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് റിമൂവ് ചെയ്യാനും പറ്റും. അതാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കീ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ട് ബാൻഡ്വിഡ്ത്ത് എന്താണ്, നോയ്സ് എന്താണ്, നോഡ് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ എന്താണ് ഈ ബാൻഡ്വിഡ്ത്ത് എന്ന് വെച്ചാൽ എന്താ? ബാൻഡ്വിഡ്ത്ത് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻറ്റ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര എമൗണ്ട് ഓഫ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുക. നമ്മളിപ്പോൾ പറയാറില്ലേ ഹൈ ബാൻഡ്വിഡ്ത്ത് കണക്ഷൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അതെന്താ ഇത്ര സമയപരിധിക്കുള്ളിൽ എത്ര എമൗണ്ട് ഓഫ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റുന്നു, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നോയ്സ് എന്താണ്? നോയ്സ് എല്ലാവർക്കും അറിയാൻ പറ്റൂലേ? നോയ്സ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ആ സമയത്ത് കുറേ നമ്മൾ പറയാറില്ലേ നോയ്സ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ? അതെന്താണ്? നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് എന്താണോ അതിൻ്റെ കൂടെ വേറെ അഡീഷണൽ ആയിട്ടുള്ള പുറത്തു നിന്നുള്ള കുറേ അൺവാണ്ടഡ് സിഗ്നൽസൊക്കെ അല്ലെങ്കിൽ അൺവാണ്ടഡ് സൗണ്ട്സുകളൊക്കെ കേടി വരും അല്ലേ? ഇതിനെയാണ് നോയ്സ് എന്ന് പറയുക. അതേപോലെ തന്നെയാണ് നമ്മൾ നെറ്റ്വർക്കിലും പറയുന്നത്. നോയ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് ഇലക്ട്രിക് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽസ്. അതായത് നമ്മൾ ഡാറ്റനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ കേടി വരുന്ന അൺവാണ്ടഡ് സിഗ്നൽസ്, ഇലക്ട്രിക്കോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, അതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ആ നോയ്സ് കേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളുടെ ഡാറ്റയുടെ ആ ഒരു ക്വാളിറ്റി കുറയ്ക്കും. അതിനെയാണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോഡ്? നോഡ് എന്ന് വെച്ചാൽ എന്താ? എനി ഡിവൈസ് ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ, സ്കാനർസ്, പ്രിൻ്റർ എക്സെട്ര വിച്ച് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് നോഡ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ പ്രിൻ്ററോ സ്കാനറോ എന്ത് ഡിവൈസ് ആയിക്കോട്ടെ, ഏതാണോ നമ്മളൊരു നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡിവൈസിനെ, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നില്ലേ, അതൊരു നോഡാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഡിവൈസിനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിനൊക്കെ നമുക്ക് എന്ത് പറയാം? നോഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ബാൻഡ്വിഡ്ത്തും നോയ്സും നോഡും എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എന്താണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒരു മീഡിയ വഴി കമ്പ്യൂട്ടേഴ്സ് എല്ലാതും ഡാറ്റേനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലേ? സെൻഡ് ചെയ്യുന്നു, മെസ്സേജ് റിസീവ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ data between any two devices through a medium of transmission. അതായത് ഒരു മീഡിയം വഴി രണ്ട് ഡിവൈസുകൾ ഡാറ്റേനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഇവിടെ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? രണ്ട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അത് സെൻറ്ററോ റിസീവറോ ആയിരിക്കാം. ഒരു മീഡിയം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കൊരു 5 ബേസിക് എലമെൻറ്റ്സ് ഉണ്ട്. എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് 5 ബേസിക് എലമെൻറ്റ്സ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് 5 സിസ്റ്റം എന്ന് പറയുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ 5 മേജറായിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 മെസ്സേജ്, 2 സെൻഡർ, 3 റിസീവർ, 4 മീഡിയം, പ്രോട്ടോക്കോൾ. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ മെസ്സേജ്, സെൻഡർ, റിസീവർ, മീഡിയം, പ്രോട്ടോക്കോൾ ഇത്ര ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ എന്താണ് മെസ്സേജ് എന്ന് പറയുന്നത്? എന്താണ് മെസ്സേജ്? എന്താണോ ആ ഒരു മീഡിയം വഴി ആ 2 കമ്പ്യൂട്ടേഴ്സ് അയക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ആ ഒരു ഇൻഫോർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. അവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്
അല്ലേ? എന്ത് വെച്ചിട്ടാണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇൻഫോർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൻഡർ? സെൻഡർ എന്ന് വെച്ചാൽ എന്താ? ആരാണോ ആ ഒരു മെസ്സേജിനെ അയക്കുന്നത് അതിനെയാണ് സെൻഡർ എന്ന് പറയുക. ദ കമ്പ്യൂട്ടർ ഓർ എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജസ് ഈസ് കോൾഡ് ദ സെൻഡർ, സോഴ്സ് ഓർ ട്രാൻസ്മിറ്റർ. ആരാണോ മെസ്സേജിനെ അയക്കുന്നത് അവർ പറയുന്ന പേരാണ് സെൻഡർ, അല്ലെങ്കിൽ സോഴ്സ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ. ഇനി റിസീവർ എന്താണെന്ന് നോക്കാം. റിസീവർ എന്ന് വെച്ചാൽ എന്താ? ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു അയച്ച മെസ്സേജ്, സെൻഡർ അയച്ച മെസ്സേജിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് റിസീവർ എന്ന് പറയുന്നത്. ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് റിസീവ്സ് ദ മെസ്സേജസ് ഈസ് കോൾഡ് ദ റിസീവർ. ഇനി എന്താണ് മീഡിയം? മീഡിയം എന്ന് വെച്ചാൽ എന്താ? എന്ത് വഴിയാണോ ഈ ഒരു മെസ്സേജ് എക്സ്ചേഞ്ചിങ് നടക്കുന്നത് ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മീഡിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫിസിക്കൽ പാത്ത് ത്രൂ വിച്ച് എ മെസ്സേജ് ട്രാവൽസ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ, അല്ലേ? സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ആ ഒരു പാത്തിനെ, ഒരു ഫിസിക്കൽ പാത്തിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോകോൾ. ഇപ്പോൾ സെൻഡർ റിസീവറിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതൊരു മീഡിയം വഴി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് എന്തൊരു മെസ്സേജും അയക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈവൺ ഒരു മെസ്സേജ് നമ്മൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോൺഫറൻസ് ഉണ്ട്, ഇമെയിൽ അയക്കുന്നുണ്ട്, അവിടെയൊക്കെ എന്താണ്? ഓരോ റൂൾസിൻ്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രോട്ടോകോൾ എന്ന് പറയുക. The rules under which message transmission takes place between the sender and the receiver is called a protocol. ഒരു റൂളിൻ്റെ അണ്ടറിലായിരിക്കും ഈ ഒരു സെൻഡർ റിസീവർ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആ ഒരു റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ 5 എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം? അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. എന്താണ് മീഡിയം? ഒരു ഫിസിക്കൽ പാത്ത്, അല്ലേ? ഒരു ഫിസിക്കൽ പാത്ത് വഴി മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ആ ഒരു മീഡിയം, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മീഡിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ മീഡിയം ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓർ കമ്മ്യൂണിക്കേഷൻ മീഡിയം, അല്ലേ? ഒരു ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു മീഡിയത്തിനെ പറയുന്ന പേരാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ ചാനൽ അഥവാ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു റൂമിൽ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവയൊക്കെ ഇങ്ങനെ വയർ കണക്ഷൻ വഴി ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലേ? ഇനി നമ്മൾ ഇൻ്റർനെറ്റ് വഴി മെസ്സേജുകളൊക്കെ വേറൊരാൾക്ക് അയക്കുന്നുണ്ട്. അത് വയേർഡ് കണക്ഷനാണോ? അല്ല. അവിടെ ഒന്നുമില്ല, അല്ലേ? നമുക്ക് കാണാനേ പറ്റുന്നില്ല ഒരു വയർഡ് കണക്ഷനോ ഒരു കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ചാനൽ, ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വയേർഡ് കണക്ഷനുണ്ട്, ഒന്ന് വയർലെസ് കണക്ഷനുണ്ട്. വയേർഡ് കണക്ഷനുണ്ട്, വയർലെസ് കണക്ഷൻസുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പായിട്ട് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വയേർഡ് കണക്ഷനും ഒന്ന് വയർലെസ് കണക്ഷൻ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗൈഡഡ് മീഡിയം, 2 അൺഗൈഡഡ് മീഡിയം. ഗൈഡഡ് മീഡിയത്തിന് നമ്മൾ വയേർഡ് കണക്ഷൻ എന്ന് പറയും, അൺഗൈഡഡ് മീഡിയത്തിന് നമ്മൾ വയർലെസ് കണക്ഷൻ എന്നും പറയും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് വയേർഡ് അല്ലെങ്കിൽ എന്താണ് ഗൈഡഡ് മീഡിയം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഗൈഡഡ് മീഡിയം പറയുമ്പോൾ വയേർഡ് കണക്ഷനാണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് കേബിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് ട്വിസ്റ്റഡ് പെയർ കേബിളും, 2 കൊയാക്സിയൽ കേബിളും, 3 ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും. ഇങ്ങനെ 3 കേബിൾസാണ് ഗൈഡഡ് മീഡിയത്തിൽ, അതായത് വയേർഡ് മീഡിയത്തിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ? ട്വിസ്റ്റഡ് പെയർ കേബിൾ, കൊയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇനി എന്താണ് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ ഫോട്ടോ കണ്ടല്ലോ, ഇതാണ്. അതായത് ഒരു 4 പെയറായിട്ട് ഉള്ള ഈ വയർ, അല്ലേ? കേബിൾസിനെ ഒരൊറ്റ എന്താ പറയുക ഷീൽഡ് വഴി ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും,
അല്ലേ, 4 ഇങ്ങനെ പെയറായിട്ട് ഉണ്ടായിരിക്കും. ഇതിനെയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദിസ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മീഡിയ ഇൻ സ്മോൾ കമ്പ്യൂട്ടർ ഡിവൈസസ്, അല്ലേ. സ്മോൾ കമ്പ്യൂട്ടർ ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന ഒരു കേബിളാണ് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതുപോലെ തന്നെ 4 ട്വിസ്റ്റഡ് പെയേഴ്സ് ഉണ്ടായിരിക്കും. അതെല്ലാതും കൂടിയിട്ട് ഒരൊറ്റ ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഔട്ടർ ഷീൽഡ് ഉണ്ടായിരിക്കും. ഇനി ഓരോ പെയേഴ്സും എന്തായിരിക്കും, കളേർഡ് ആയിരിക്കും, അല്ലേ. ഓരോ 4 പെയറിനും 4 കളേഴ്സാണ്. ഇനി ഈ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ട്വിസ്റ്റഡ് പെയറിൽ പറഞ്ഞത്? സ്മോൾ നെറ്റ്വർക്ക്സിനെ യൂസ് ചെയ്യുന്നു, 4 ട്വിസ്റ്റഡ് പെയറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടിയിട്ടൊരു ഔട്ടർ ഷീൽഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 4 പെയേഴ്സും 4 കളേഴ്സായിരിക്കും. ഇനി അതുപോലെ തന്നെ ട്വിസ്റ്റഡ് പെയർ കേബിൾസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, UTP കേബിൾ എന്ന് പറയും. അതുപോലെ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, STP കേബിൾ എന്നും പറയും. UTP കേബിളുണ്ട്, STP കേബിളുണ്ട് ട്വിസ്റ്റഡ് പെയറിൽ. ഇനി എന്താണ് UTP കേബിൾ? ഈ മുകളിൽ തന്നിട്ടുള്ള ഫോട്ടോയിൽ കാണുന്നതാണ് UTP, താഴെ തന്നിട്ടുള്ള ഫോട്ടോയിൽ കാണുന്നതാണ് STP. അതായത് 2 ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മുകളിലത്തെ UTP കേബിളിൽ ഓരോ 4 പെയേഴ്സ് ഉണ്ട്. താഴത്തെ STP കേബിളിൽ 4 പെയേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ സെപ്പറേറ്റ് ഷീൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോന്നും. ഇതാണ്. അപ്പോൾ UTP കേബിൾ എന്താണ്, ഓരോ കേബിൾസും ഇൻഡിവിജ്വൽ കേബിൾസ് ഉണ്ടായിരിക്കും. അത് 4 പെയേഴ്സായിട്ടായിരിക്കും. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ കേബിൾ ആയിരിക്കും. പിന്നെ ഇൻസ്റ്റാളേഷനൊക്കെ നമുക്ക് ഈസാണ്. അതുപോലെ നമുക്ക് 100 മീറ്റർ ലെങ്ത്ത് വരുന്ന ഡാറ്റേനെ 100 മീറ്റർ ലെങ്ത്ത് വരുന്ന അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഡാറ്റേനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ആയിരിക്കും ഈ UTP കേബിളിനുണ്ടായിരിക്കാം. ഇനി STP കേബിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെപ്പറേറ്റ് ട്വിസ്റ്റഡ് പെയേഴ്സിനും എന്താണ്, സെപ്പറേറ്റ് ഷീൽഡുകളുണ്ട്, അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡാറ്റ ട്രാൻസ്ഫറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ സെയിം കേബിൾ ആസ് ദ UTP കേബിളായിട്ട് സിമിലർ തന്നെയാണ്. ബട്ട് വിത്ത് ഈച്ച് പെയർ ഷീൽഡഡ് ഇൻഡിവിജ്വലി, ഓരോ പെയേഴ്സും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എന്താണ്, ഷീൽഡിങ് ഇൻ STP ഓഫേഴ്സ് ബെറ്റർ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്ത് നോയ്സ്, അല്ലേ. നോയ്സിൽ നിന്ന് നമുക്ക് ബെറ്റർ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ UTPനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. പിന്നെ ഇൻസ്റ്റാളേഷനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, UTP വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത്രയാണ് ട്വിസ്റ്റഡ് പെയറിൽ പറയാനുള്ളൂ. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഈതർനെറ്റ് കേബിൾ എന്ന് കൂടെ പറയും. ട്വിസ്റ്റഡ് പെയർ കേബിളിൽ എന്താണ്, 4 പെയേഴ്സ് ആയിട്ടുള്ള കേബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതെല്ലാതും കൂടിയിട്ട് ഒരു ഒറ്റ ഷീൽഡ് ഉണ്ടായിരിക്കും. 4 കളേഴ്സ് ആയിരിക്കും. ഇനി ആ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, UTP കേബിളും STP കേബിളും. ഫുൾ ഫോം പഠിക്കണം. UTP എന്ന് വെച്ചാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഇനി UTP കേബിളിൽ എന്താണ്, ഓരോ പെയേഴ്സും എന്താണ് പെയറായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സ്മോൾ നെറ്റ്വർക്ക്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അധികം കോസ്റ്റൊന്നും വരുന്നില്ല, ഫ്ലെക്സിബിളാണ്, തിന്നാണ്, ഇൻസ്റ്റാളേഷൻ ഈസിയാണ്. കുറച്ച് ലെങ്ത്ത്, അല്ലേ, 100 മീറ്റർ ലെങ്ത്ത് വരുന്ന അത്രയും ഡിസ്റ്റൻസിൽ ഡാറ്റേനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി STP പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ട്വിസ്റ്റഡ് പെയർ കേബിളിനും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഷീൽഡുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നോയ്സിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, ബെറ്റർ ക്വാളിറ്റി ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നു. അതുപോലെ തന്നെ UTP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അതുപോലെ ഇൻസ്റ്റാളേഷനൊക്കെ UTP വെച്ച് നോക്കുമ്പോൾ ഇൻസ്റ്റാളേഷനൊക്കെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്രയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഇനി കോയാക്സിയൽ കേബിൾ എന്താണെന്ന് നോക്കാം. കോയാക്സിയൽ കേബിളിൻ്റെ ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ. കുറേ അധികം ഷീൽഡുകളുണ്ട്. ആ ഒരു കോപ്പർ വയറിന് ഒരു ഇൻസുലേഷൻ ഷീൽഡ് ഉണ്ട്, അത് കഴിഞ്ഞൊരു കോപ്പർ മെഷ് ഷീൽഡ് ഉണ്ട്, അത് കഴിഞ്ഞൊരു ഔട്ടർ സൈഡ്, അല്ലേ, ഔട്ട് സൈഡ് ഇൻസുലേഷൻ ഒരു കവറേജ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ കോയാക്സിയൽ നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഇന്നർ കണ്ടക്ടർ സറൗണ്ടഡ് ബൈ എ ട്യൂബുലാർ ഇൻസുലേറ്റിംഗ് ലെയർ വിച്ച് ഈസ് ഫർദർ കവേർഡ് ബൈ എ ട്യൂബുലാർ കണ്ടക്റ്റിംഗ് ഷീൽഡ്, അല്ലേ. ഒരു ഇന്നർ കണ്ടക്ടറിനെ കുറേ, അല്ലേ, 1-2 ഷീൽഡുകളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനെയാണ് കോയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോയാക്സിയൽ കേബിളിൻ്റെ ഇത്രയും ഷീൽഡുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും, അല്ലേ. അത്രയും സെക്യൂർഡായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ടും അത്രയും ലോങ്ങർ ഡിസ്റ്റൻസിലേക്കൊക്കെ നമുക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്
നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്യാരീസ് ഡാറ്റ ടു ലോങ്ങർ ഡിസ്റ്റൻസസ് അല്ലേ. ഒരു 185 മീറ്റർ മുതൽ 500 മീറ്റർ വരുന്ന ഡിസ്റ്റൻസുകളിലേക്ക് നമുക്ക് ഡാറ്റനെ സെൻഡ് ചെയ്യാൻ കോയാക്സിയൽ കേബിൾസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് ഡാറ്റ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഫറൻസസ് ഡ്യൂ ടു ദ ഔട്ടർ ഷീൽഡ്. നമുക്ക് അധികം നോയ്സുകൾ കാര്യങ്ങളൊന്നും കയറി വരുന്നില്ല, ഔട്ടർ ഷീൽഡുകൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്. പിന്നെന്താണ്, ഭയങ്കര തിക്കറാണ്. ട്വിസ്റ്റഡ് വയറിനെ വെച്ച് നോക്കുമ്പോൾ, കേബിൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തിക്കർ, നല്ല കട്ടിയുള്ള കേബിളായിരിക്കും. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും ട്വിസ്റ്റഡ് വയറിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് വയർ കേബിളിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്രയാണ് കോയാക്സിയൽ കേബിൾ വരുന്നത്. ഇനി എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുമ്പോൾ, ഒപ്റ്റിക്കൽ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താ? ലൈറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ എന്താ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റേനെ ലൈറ്റ് രൂപത്തിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നുണ്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ലോങ് തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ത്രൂ വിച്ച് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് ലൈറ്റ് സിഗ്നൽസ് അല്ലേ. അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള ഗ്ലാസ് ഫൈബേഴ്സ് വെച്ച് യൂസ് ചെയ്തിട്ടുള്ളൊരു കേബിളാണ്. അതിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലൈറ്റ് സിഗ്നൽസിൻ്റെ രൂപത്തിലായിരിക്കും. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? നല്ല സ്പീഡായിരിക്കും അല്ലേ, ഹൈ സ്പീഡ് സിഗ്നലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈറ്റ് സിഗ്നൽസിലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡാറ്റ ട്രാവൽ ചെയ്യുന്നത് ഹൈ സ്പീഡിലായിരിക്കും. ലോങ് ഡിസ്റ്റൻസിലേക്ക് ഹൈ സ്പീഡിൽ നമുക്ക് ഡാറ്റേനെ അയക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അതുപോലെ തന്നെ നമുക്ക് വോയിസും വീഡിയോ ഡാറ്റ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ഡാറ്റേനെ അയക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് രൂപത്തിലാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ എക്സ്പെൻസീവാണ്. നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി നല്ല എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടും കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഈ ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഗൈഡഡ് മീഡിയത്തിൽ വരുന്നത്. അപ്പോൾ ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത് വയേർഡ് മീഡിയ ആണ്. അവിടെ യൂസ് ചെയ്യുന്ന വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഒന്ന് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ.